ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ കാണാൻ പൂതി കുഞ്ചിളം കൽബാല മൂന്നേറി മുക്തി മണത്തിടാൻ കൊതിയും കൂടി അന്ന് ഇടാൻ പൊന്നും മതാദാത്തി പാടും നേരം കേട്ടേറെ മുത്തും പുണ്യനാമ പൊന്നുപ്പാരി പുളാ ഉപ്പാവുമാതിലും മേലെ ഇഷ്ടമെൻ്റെ നബിയോട് ഉപ്പാവുമാതിലും മേലെ ഇഷ്ടമെൻ്റെ നബിയോട് لا يؤمن أحدهم بالله لا يؤمن أحدهم بالله إلا له برسول الله ഉപ്പാ ഉമ്മാതിലും മേലെ ഇഷ്ടമെൻ്റെ നബിയോട് ഉപ്പാ ഉമ്മാതിലും മേലെ ഇഷ്ടമെൻ്റെ നബിയോട് ഉപ്പാ ഉമ്മാതിലും മേലെ ഇഷ്ടമെൻ്റെ നബിയോട് ഉപ്പാ ഉമ്മ അതിലും മേലെ ഇഷ്ടമെൻ്റെ നബിയോട് അസ്സലാമു അലൈക്കും. പാടി ഞാനായിഷ്കും തീരത്ത് അണീനം നബിയുടെ ചാരത്ത് നബിയോടി നടന്ന മദീനത്ത് ഹൃദയത്തിൽ വരികൾ മെഹബൂബർ മദീൻ മൊഴികൾ അതരത്താൽ പാടി ഞാനായിഷ്കും തീരത്ത് അണീനം നബിയുടെ ചാരത്ത് നബിയോടി നടന്ന മദീനത്ത് ലോകത്തിലെന്നും റഹ്മത്തിനായി മക്കത്ത് മണ്ണിപ്പൂ തിങ്കൾ നിലാവ ആമിന ബീബിക്കും അബ്ദുള്ള ഉപ്പാക്കും ആനന്ദമായെന്ന് തങ്ങൾ പിറന്നു ഇനിയില്ലാതെ പോയത് ജന്മം നീ മണ്ണിൽ അനയാൻ കുതിരും നേരാമോ ഒരു നാളിൽ. അസ്സലാമു അലൈക്കും. തമ്പിളി വന്നെന്തമ്പിയ രാജന് കാണാനോ എന്തമ്പിയ രാജന് കാണാനോ ചമ്പകമേ നീ ഇതളു വിളിച്ചത് മുത്തിനെ മുത്തുമണക്കാനോ പൂമുത്തിനെ മുത്തുമണക്കാനോ അമ്പരമുറ്റത്തമ്പിളി വന്നെന്തമ്പിയ രാജന് കാണാനോ എന്തമ്പിയ രാജന് കാണാനോ ചമ്പകമേ നീ ഇതളു വിളിച്ചത് മുത്തിനെ മുത്തുമണക്കാൻ പൂമുത്തിനെ മുത്തുമണക്കാനോ പൂങ്കുയിലെ നീ പാട്ടു പാടിയതെൻ്റെ ഹബീബി ഉറക്കാനോ നീ എൻ്റെ ഹബീബി ഉറക്കാനോ പൂമയിലെ നീ പീലു വിടർത്തിയതാ പുഞ്ചിരി കാണാനോ ആ പാൽ പുഞ്ചിരി കാണാനോ Salam
തൂകും നബിയല്ലേ എന്നും എന്നും കൽബിൽ ഒളി വീശും നബിയല്ലേ എന്നും എന്നും കനവിൽ ചിരി തൂകും നബിയല്ലേ നേരിൻ്റെ പാത വരച്ച നേതാവിൻ മദഹല്ലേ നേരിൻ്റെ പാത വരച്ച നേതാവിൻ മദഹല്ലേ എന്നും എന്നും കൽബിൽ ഒളി വീശും നബിയല്ലേ എന്നും എന്നും കനവിൽ ചിരി തൂകും നബിയല്ലേ ഉടയവനാദ്യം പടച്ചതെൻ്റെ മുത്തിന്നൂറല്ലേ ഉലകമിലാകെ അനുഗ്രഹങ്ങൾ ചൊരിയും റൂഹല്ലേ ഉടയവനാദ്യം പടച്ചതെൻ്റെ മുത്തിന്നൂറല്ലേ ഉലകമിലാകെ അനുഗ്രഹങ്ങൾ ചൊരിയും റൂഹല്ലേ അതിലാണത്തെ അതിലാവരെ അഞ്ചിതമഞ്ചതിൽ അഞ്ജനമെഴുതിയ അഴകു നിറഞ്ഞ താജരെ യാ റസൂലല്ലാഹ് മുത്തൊളി മുബശ്ശിറൻ നബി ബദ്റൊളി മുഹബ്ബത്തേടിയ ശംസൊളി കങ്കണമിടന്നണ ശബർവലത്തിന പകരമില്ല വജൊളി യാ ഷഫിയല്ലാഹ് അറിയണം ഹബീബരെ അവരാണത്തെ റസൂലരെ അറിയണം മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ലായോ മിനും മഹദുമില്ല ലായോ മിനും മഹദുമില്ല ഇല്ലായോ റസൂലില്ല ഉപ്പ ഉമ്മ അതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ആശപൂത്ത നബി ദിനം മാറ്റിനോട്ട പൊന്തിനം ആശപൂത്ത നബി ദിനം മാറ്റിനോട്ട പൊന്തിനം ആലമാകെ നെഞ്ചിനുള്ളിൽ കുളിര് വേണ നബി ദിനം ആലമാകെ നെഞ്ചിനുള്ളിൽ കുളിര് വേണ നബി ദിനം വഞ്ചനായ മുത്തുതങ്ങൾ വന്ന് അങ്ങനെ പൊന്തിനം വഞ്ചനായ മുത്തുതങ്ങൾ വന്ന് അങ്ങനെ പൊന്തിനം ഹൈരു വന്നിതാ പരിത്തിമ്മ പോയിതാ വണ്ണരാവിതാ ഹാത്തി വന്ന ദിനമിതാ ഹൈരു വന്നിതാ പരിത്തിമ്മ പോയിതാ വണ്ണരാവിതാ ഹാത്തി വന്ന ദിനമിതാ ആശപൂത്ത നബി ദിനം മാറ്റിനോട്ട പൊന്തിനം ആശപൂത്ത നബി ദിനം മാറ്റിനോട്ട പൊന്തിനം പാലിലാകെ ചിന്തും പത്ത് പൊന്തും സുന്ദര പൊന്തിനം പാലിലാകെ ചിന്തും പത്ത് പൊന്തും സുന്ദര പൊന്തിനം പാലിന്റെ കാമിലായ തിങ്കളാതീരിനം മൊഴികൾ അതരത്താൽ പാടി ഞാനാ ഇഷ്കിൻ തീരത്ത് അണേണം നബിയുടെ ചാരത്ത് ആ നബിയോര് നടന്ന മദീനത്ത് ഹൃദയത്തിൽ എഴുതിയ വരികൾ മെഹബൂബർ മദിഹിൻ മൊഴികൾ അതരത്താൽ പാടി ഞാൻ ഇഷ്കിൻ തീരത്ത് അണേണം നബിയുടെ ചാരത്ത് ആ നബിയോര് നടന്ന മദീനത്ത് ലോകത്തിലായെന്നും റഹ്മത്തിനായി മക്കത്ത് മണ്ണിൽ പോ തിങ്കൾ നിലാവ ആമിന ബീവിക്കും അബ്ദുള്ള ഉപ്പാക്കും
ആനന്ദമായെന്ന് തങ്ങൾ പിറന്നു തീരത്ത് അണയണം നബിയുടെ ചാരത്ത്. ആ നബിയോര് നടന്ന മദീനത്ത്. അസ്സലാമു അലൈക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. എൻ്റെ ഹബീബ് അമ്പർ മിസ്കിൻ്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പറിൻ്റെ ഇഷ്ടഗനം. എൻ്റെ ഹബീബ് തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പിറന്നവരെ, തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പിറന്നവരെ, തങ്കശോഭത്തിനിസ്ലാം തന്ന ഹബീബ് അമ്പറി മിസ്കിൻ്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവൻ്റെ ഇഷ്ടധനം. എൻ്റെ ഹബീബ് തെന്നലായി തലോടിയത് എന്നിൽ ഇഷ്ടമേകിയത്. അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പാവുമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. എല്ലാവരും കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മുടെ കഥാനായകന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്നൊരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയായിരുന്നു. സ്വഹാബത്ത് എല്ലാവരും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി. സിദ്ദീഖ് തങ്ങളെ മാത്രം കാണുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം അന്വേഷിക്കാൻ സ്വഹാബത്തിനെ പറഞ്ഞയച്ചു. സ്വഹാബികൾ വീട്ടിലെത്തിയപ്പോൾ സിദ്ദീഖ് തങ്ങൾ വീട്ടിനുള്ളിൽ ഇരിക്കുകയായിരുന്നു, പുറത്തിറങ്ങുന്നില്ല. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ ഒരു യാചകൻ എന്നോട് ചോദിച്ചു, വല്ലതും തരുമോ? ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൂട്ടു വസ്ത്രം